Hello friends, welcome to SAT Center Center Madathambadi. We will study Solid State Part 7, Close Packing in Solids 3D, 3-dimensional. 3-dimensional close packing from 2-dimensional square close packed layers. അതായത് നമ്മൾ കഴിഞ്ഞ വീഡിയോയിൽ കണ്ടതാണ് ഇങ്ങനെ പാക്ക് ചെയ്യുന്നത്. അതായത് ഫസ്റ്റ് ലെയറിന്റെ മീതെ തന്നെ ഒരു ലെയർ ഫസ്റ്റ് ഒരു ലെയർ ഇത് തറയിലാണ് വെച്ചിരിക്കുന്നത്. ഈ കുറേ ബോളുകൾ തറയിൽ ഇങ്ങനെ നിരത്തി വെച്ചിരിക്കുന്നതായിട്ട് സങ്കല്പിക്കുക. ഇത് ഒരു ഷീറ്റിനകത്താണെന്ന് വിചാരിക്കാം. ആ ഷീറ്റിനകത്ത് നിങ്ങൾ ഒട്ടിച്ച് വെച്ചിരിക്കുകയാണ്. ഇപ്പം ഇതൊരു ലെയറായി കണ്ടോ. ഇതേപോലത്തെ ഒരു കോപ്പിയും കൂടി എടുത്ത് ഇതിൻ്റെ മീതെ നിങ്ങൾ വെക്കുകയാണ്. ഇതേപോലത്തെ ഒരു കോപ്പി എടുത്ത് ഇതിൻ്റെ മീതെ നിങ്ങൾ വെക്കുകയാണ്. അപ്പോൾ സെക്കൻഡ് ലെയറായി. അതിൻ്റെ മീതെ വെച്ചാൽ തേർഡ് ലെയർ. അങ്ങനെ വെച്ച് പോകും. അങ്ങനെ വെച്ച് പോകുമ്പോൾ നിങ്ങൾക്ക് ഇങ്ങനെ ഒരു ഫിഗർ കിട്ടില്ലേ? ജസ്റ്റ് ഇമാജിൻ. കംപ്ലീറ്റ് 3D ആണ് നമ്മൾ ഇനി പറയാൻ പോകുന്നത്. ചിലപ്പോൾ പെട്ടെന്ന് ആ ഒരു സെൻസിലിരുന്നാൽ കിട്ടില്ല. നിങ്ങളൊരു 3-dimensional സെൻസ്, ഒരു ഇമാജിനേഷൻ വേണം നിങ്ങൾക്ക് പറയുന്നത്. ഓക്കെ, എന്നാലത് മനസ്സിലാവുകയുള്ളൂ. ക്ലിയർ? അപ്പോൾ നമ്മൾ ആദ്യം ചെയ്യാൻ പോകുന്നത് ഈ ലെയർ വെച്ച് നമ്മൾ അറേഞ്ച് ചെയ്യുന്നു. 3-dimensional ക്ലോസ് പാക്കിംഗ് ഫ്രം 2-dimensional സ്ക്വയർ ക്ലോസ് പാക്ക്ഡ് ലെയേഴ്സ്. ഇതാണ് സ്ക്വയർ ക്ലോസ് പാക്ക്ഡ് ലെയേഴ്സ്. രണ്ടെണ്ണം നമ്മൾ പഠിച്ചു, സ്ക്വയറും ഹെക്സഗണലും. അതിനകത്ത് സ്ക്വയർ ഇങ്ങനെ താഴെ വെച്ചിട്ട് അതിൻ്റെ മീതെ വീണ്ടും അതേ ലെയർ വെച്ച് വീണ്ടും അതേ ലെയർ വെച്ച്. ഇപ്പോൾ ലെയർ ബൈ ലെയർ ആണ് നമ്മളിവിടെ കാര്യങ്ങൾ ചെയ്യുന്നത്. ഓക്കെ, സോ ഹിയർ പാർട്ടിക്കിൾസ് ആർ അറേഞ്ച്ഡ് ഇൻ ലെയേഴ്സ്. ഓക്കെ, അതൊക്കെ ഒരു ഷീറ്റായിട്ട് വിചാരിക്കേണ്ട. ആ ഷീറ്റിന്റെ മീതെ ഇങ്ങനെ വെച്ച് പോകും. സോ 3-dimensional ക്ലോസ് പാക്കിംഗ് ഫ്രം 2-dimensional സ്ക്വയർ ക്ലോസ്ഡ് പാക്ക്ഡ് layers. So it looks like this. Here the sphere of the second layer are placed exactly above those of the first layer. In this arrangement, spheres of both the layer are perfectly aligned horizontally as well as vertically. അപ്പോൾ നമ്മളിവിടെ ചെയ്യുന്നത് വെച്ച് കഴിഞ്ഞാൽ ആ ഗ്യാപ്പ് ഉണ്ട്, ആ രണ്ട് സ്പിയറിൻ്റെ ഇടയിൽ ഗ്യാപ്പ്. ആ ഗ്യാപ്പിലൊന്നുമല്ല, ഫസ്റ്റ് ലെയർ നമ്മൾ എങ്ങനെയാണോ കാണുന്നത് ആ ലെയറിന്റെ മീതെ തന്നെ അടുത്തതും വെച്ചിരിക്കുന്നത് കണ്ടോ. അതായത് ഒരു ലെയർ എങ്ങനെയാണോ ഇരിക്കുന്നത് ആ ലെയറിന്റെ മീതെ തന്നെയാണ് അടുത്ത ലെയർ നമ്മൾ എന്ത് ചെയ്യുന്നത്, വെക്കുന്നത്. അങ്ങനെ അറേഞ്ച് ചെയ്യുന്നതാണ് ഈ തരത്തിലുള്ള അറേഞ്ച്മെന്റ്. ഓക്കെ, ദ സ്പിയേഴ്സ് ഓഫ് ദ തേർഡ് ലെയർ ആർ പ്ലേസ്ഡ് എക്സാക്ട്ലി അബവ് ദോസ് ഓഫ് ദ സെക്കൻഡ് ലെയർ ആൻഡ് സോ ഓൺ. അങ്ങനെ എല്ലാ ലെയറും ഓരോന്നിന്റെ മീതെയായിട്ട് നമ്മൾ വെച്ചു. ഫസ്റ്റ് ലെയറിന് നമുക്ക് എ എന്ന് എടുക്കാം. സപ്പോസ് ദിസ് ലെയർ, ഈ ഫസ്റ്റ് ലെയറിന് എ എന്ന് പേരിട്ട് കഴിഞ്ഞാൽ അടുത്ത ലെയറും അതിന്റെ മീതെ തന്നെ വെച്ചിരിക്കുകയാണ്, അതും എ. അപ്പൊ അടുത്ത ലെയർ, അതിന്റെ തേർഡ് ലെയർ, അതും എ. അപ്പൊ ഇതിന്റെ ഈ ഒരു ടൈപ്പ് എന്ന് പറഞ്ഞാൽ ഇങ്ങനെ ഇങ്ങനെ ഒരു ടൈപ്പ് ആയിരിക്കും. സോ എ ടൈപ്പ് പാറ്റേൺ കണ്ടോ. The lattice thus generated is a simple cubic lattice and its unit cell is primitive cubic unit cell. അപ്പോൾ ഇതിന്റെ യൂണിറ്റ് സെൽ നിങ്ങൾ പറഞ്ഞാൽ വെട്ടിയെടുക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് കിട്ടുന്നതാണ് പ്രിമിറ്റീവ് ക്യൂബിക് യൂണിറ്റ് സെൽ ആയിരിക്കും. ഓക്കെ, അപ്പോൾ 3-dimensional ക്ലോസ് പാക്കിംഗ് ഫ്രം 2-dimensional എക്സ്റ്റേണൽ ക്ലോസ് പാക്ക്ഡ് ലെയേഴ്സിന് നമുക്ക് നോക്കാം. അപ്പോൾ ഇവിടെ ശ്രദ്ധിച്ചാൽ ഹെക്സഗണൽ ക്ലോസ് പാക്ക്ഡ് ലെയേഴ്സ്. അപ്പോൾ ഇവിടെ എടുക്കേണ്ട നമ്മുടെ ആദ്യത്തെ ലെയർ എന്ന് പറയുന്നത് ഹെക്സഗണൽ ക്ലോസ് പാക്ക്ഡ് ലെയർ. അപ്പോൾ ഇതിന് മുന്നത്തെ വീഡിയോയിൽ നമ്മൾ പറഞ്ഞിട്ടുണ്ട് എങ്ങനെയാണ് ഹെക്സഗണൽ ക്ലോസ് പാക്ക്ഡ് ലെയർ എന്നിരിക്കുന്നത്. ഓക്കെ, അപ്പോൾ ആ ലെയർ എടുത്തിട്ട് അതിന്റെ മീതെ നമ്മൾ എന്താണ് ലെയർ ഇങ്ങനെ അതേപോലത്തെ ലെയർ ഇങ്ങനെ വെച്ച് നമ്മൾ പോകുന്നു. ഓക്കെ, യെസ്. ഹിയർ ദ ഫസ്റ്റ് ലെയർ ഈസ് അറേഞ്ച്ഡ് ആസ് ഹെക്സഗണൽ മാനർ. The second layer is placed above the depressions of the first layer. മനസ്സിലായോ? അതായത് ഫസ്റ്റ് ലെയറിന്റെ ഒരു ഗ്യാപ്പ് ഉണ്ടാവില്ല, ആ ഗ്യാപ്പിൽ കൊണ്ടുവന്നാണ് സെക്കൻഡ് ലെയർ വെക്കുന്നത്. ഓൺ പ്ലേസിംഗ് ദ സെക്കൻഡ് ലെയർ there arises two types of voids. നമ്മൾ ഈ സെക്കൻഡ് ലെയർ വെച്ച് കഴിയുമ്പോൾ രണ്ട് ടൈപ്പ് ഓഫ് ഗ്യാപ്പുകൾ വരും, രണ്ട് ടൈപ്പ് ഓഫ് ഗ്യാപ്പ് സ്പേസുകൾ വരും. അതിന് നമ്മൾ വിളിക്കുന്ന പേരാണ് വോയിഡ്സ് എന്നുള്ളത്. ഓക്കെ, അതിന്റെ പേരുകൾ ഒന്ന് ടെട്രാഹെഡ്രൽ വോയിഡ്സ്, രണ്ട് ഒക്ടാഹെഡ്രൽ വോയിഡ്സ്. Thus when we place the third layer over the second layer there are two possibilities. അപ്പോൾ മൂന്നാമത്തെ ലെയർ കൊണ്ടുവന്ന് വെക്കുമ്പോൾ ശ്രദ്ധിക്കുക, ഫസ്റ്റ് ലെയറിന്റെ മീതെ സെക്കൻഡ് ലെയർ വെക്കുമ്പോൾ രണ്ട് വോയിഡ് ഉണ്ടാവും. മൂന്നാമത്തെ ലെയർ കൊണ്ടുവന്ന് വെക്കുമ്പോൾ നമുക്ക് രണ്ട് ഓപ്ഷൻ ഉണ്ട്. ഒന്ന് ടെട്രാഹെഡ്രൽ വോയിഡിനെ കവർ ചെയ്ത് വെക്കാം, രണ്ട് ഒക്ടാഹെഡ്രൽ വോയിഡിനെ കവർ ചെയ്ത് വെക്കാം. സോ കവറിംഗ് ടെട്രാഹെഡ്രൽ വോയിഡ്സ്, കവറിംഗ് ഒക്ടാഹെഡ്രൽ വോയിഡ്സ്. ഓക്കെ, നോക്ക്, ഇതാണ് ടെട്രാഹെഡ്രൽ ഹോൾ. ക്ലിയർ? അതായത് ഈ പറയുന്ന ഗ്യാപ്പിന്റെ മീതെ നമ്മൾ എന്ത് ചെയ്യുന്നു, അടുത്ത ലെയർ കൊണ്ടുവന്ന് വെക്കുന്നു. കണ്ടോ, അപ്പോൾ ഇവിടെ ഒരു ഗ്യാപ്പ് കണ്ടോ. ദിസ് ഈസ് ടെട്രാഹെഡ്രൽ ഹോൾ. അപ്പോൾ ഇവിടെ മൂന്ന് സ്പേസ് ആണ് അവിടെ നിങ്ങൾക്ക് കാണാൻ സാധിക്കുന്നത്. ഓക്കെ, ഇത് 3-dimension ആണ്, അപ്പോൾ നിങ്ങൾക്ക് പെട്ടെന്ന് മനസ്സിലായി എന്ന് വരില്ല. ഒക്ടാഹെഡ്രൽ ഹോൾ നോക്കിയേ, കണ്ടോ. അപ്പോൾ അവിടെ സിക്സ് പ്ലേസസ് ആണ് കാണാൻ സാധിക്കുക. സോറി, 6 അല്ല, 8 പ്ലേസസ് ആണ് കാണാൻ സാധിക്കുക. അതായത് ഒന്ന് ഇവിടെ 1 2 3 4 5 6 പോർഷൻസ് നിങ്ങൾക്ക് ഇവിടെ കാണാനായിട്ട് സാധിക്കും. ഓക്കെ, അതുപോലെ മുകളിൽ ഒരെണ്ണം 7, താഴെ ഒരെണ്ണം 8. അങ്ങനെ 8 സ്പേസസ് നമുക്കിവിടെ കാണാനായിട്ട്
സാധിക്കും. അങ്ങനെ ഒക്ടാഹെഡ്രൽ വോയിഡ്സ്, അങ്ങനെ 2 വോയിഡ്സ് ഉണ്ടാവും. നമ്മൾ വോയിഡ്സിനെ കുറിച്ച് പിന്നീട് നെക്സ്റ്റ് വീഡിയോയിൽ എക്സ്പ്ലെയിൻ ചെയ്യുന്നതാണ്. തൽക്കാലം ഇത്രയും മനസ്സിലാക്കുക. നമ്മൾ ഒരു ലെയർ ഇങ്ങനെ വെച്ചു, അതിൻ്റെ മീതെ ഒരു ലെയർ വെച്ചു, സെക്കൻഡ് ലെയർ വെക്കുമ്പോൾ 2 ഓപ്ഷനാണ്. ഒരു ടെട്രാഹെഡ്രൽ വോയിഡ്സ് ഉണ്ടാവുന്നുണ്ട്, അതുപോലെ തന്നെ ഇടയ്ക്ക് എന്താണ് ഒക്ടാഹെഡ്രൽ വോയിഡ്സ് ഉണ്ടാവുന്നുണ്ട്. ദെൻ തേർഡ് ലെയർ കൊണ്ടുവന്ന് വെക്കുമ്പോൾ നിങ്ങളുടെ മുന്നിൽ 2 ഓപ്ഷൻ, ഒന്നില്ലെങ്കിൽ ഒക്ടാഹെഡ്രൽ വോയിഡിനെ ഇങ്ങനെ കവർ ചെയ്ത് വെക്കാം, അല്ലെങ്കിൽ ടെട്രാഹെഡ്രൽ വോയിഡിനെ നിങ്ങൾക്ക് കവർ ചെയ്ത് വെക്കാം. മനസ്സിലായോ? ഓക്കെ. സോ കവറിംഗ് ടെട്രാഹെഡ്രൽ വോയിഡ്സ് ഇറ്റ് ഈസ് ലുക്സ് ലൈക്ക് ദിസ്. ആദ്യം നമ്മൾ ഒരു ലെയർ വെച്ചു, സെക്കൻഡ് ലെയർ അതിൻ്റെ ഗ്യാപ്പിൽ വെച്ചു, തേർഡ് ലെയർ ആദ്യം വെച്ച ലെയർ പോലെ തന്നെ ഇരിക്കും, ഫോർത്ത് ലെയർ സെക്കൻഡ് ലെയർ പോലെയും ഇരിക്കും. അപ്പോൾ ഇതെന്തായിരിക്കും? എ ബി ഹെക്സഗണൽ ക്ലോസ് പാക്കിംഗ്. So here the sphere of the third layer are placed above the tetrahedral voids of the second layer. Second layer ൽ ഉണ്ടാവുന്ന tetrahedral voids നെ കവർ ചെയ്തിട്ടാണ് തേർഡ് ലെയർ വെക്കുന്നത്. മനസ്സിലാവുന്നുണ്ടോ? This is our second layer. First layer, second layer. Second layer ൽ ഉണ്ടാവുന്ന എന്താണ് tetrahedral voids നെ കവർ ചെയ്തിട്ട് നമ്മൾ തേർഡ് ലെയർ വെക്കും. ക്ലിയർ? അപ്പോൾ തേർഡ് ലെയറും ഫസ്റ്റ് ലെയറും ഏകദേശം ഒരുപോലെ ഇരിക്കും. അവിടുത്തെ ആറ്റങ്ങൾ തമ്മിൽ എന്താണ് ഒരേ സ്പേസിൽ ഒരേപോലെ വന്നതായിട്ട് കണ്ടുമുട്ടിയതുപോലെ നമുക്ക് തോന്നും. കണ്ടോ? ഒരേപോലെ ഇരിക്കുന്നു. ഇനി വീണ്ടും നമ്മൾ അതിൻ്റെ മീതെ ഒരു ലെയർ വെക്കുമ്പോൾ, അതിൻ്റെ ഡിപ്രഷൻ ലെയർ വെക്കുമ്പോൾ നമ്മൾ എന്താ ചെയ്യുന്നത്? നമ്മൾ സെക്കൻഡ് ലെയർ വെച്ച പോലെ തന്നെ അവിടെ വരും. ഓക്കെ, സെക്കൻഡ് ലെയർ വെച്ച് കഴിയുമ്പോഴാണ് വീണ്ടും ടെട്രാഹെഡ്രൽ വോയിഡ്സും ഒക്ടാഹെഡ്രൽ വോയിഡ്സും ഉണ്ടാവുന്നത്. ഓക്കെ, ഇൻ ദിസ് അറേഞ്ച്മെന്റ് ദ സ്പേഴ്സ് ഓഫ് ദ തേർഡ് ലെയർ ആർ വെർട്ടിക്കലി അബവ് ദോസ് ഓഫ് ദ ഫസ്റ്റ് ലെയർ. ഫസ്റ്റ് ലെയറിനെ പോലെയാണ്. ദാറ്റ് ഈസ് ദ ഫസ്റ്റ് ലെയർ ആൻഡ് തേർഡ് ലെയർ ആർ ഐഡന്റിക്കൽ. ഇഫ് വി കോൾ ദ ഫസ്റ്റ് ലെയർ ആസ് എ, ഫസ്റ്റ് ലെയറിനെ നമ്മൾ എ എന്ന് വിളിക്കുകയാണെങ്കിൽ, സപ്പോസ് ദിസ് ഈസ് കോൾഡ് ആസ് എ, and the second layer is called as B. Second layer നമ്മൾ B എന്ന് വിളിക്കുകയാണെങ്കിൽ, then the third layer will be A. Third layer എന്തായിരിക്കും? A ആയിരിക്കും. And fourth layer again B. So AB, AB, AB. Okay. So this will form the pattern AB, AB, AB. This type of close packing is called hexagonal close packing, HCP, in 3 dimensions. Okay. This type of arrangement is found in metals like magnesium, zinc, etc. Second one, covering octahedral voids. ഇപ്പോൾ ഇവിടെ നോക്കേ, ഇവിടെ സെക്കൻഡ് ലെയർ വെച്ച് കഴിയുമ്പോൾ ഉണ്ടാവുന്ന ഒക്ടാഹെഡ്രൽ വോയിഡിന്റെ മീതെയാണ് തേർഡ് ലെയർ വെക്കുന്നത്. എന്നിട്ട് വീണ്ടും നമ്മൾ ഒരു ലെയർ വെക്കുമ്പോൾ അത് ഫസ്റ്റ് ലെയറിനെ പോലെ ഇരിക്കും. ഓക്കെ, സോ ഹിയർ ദ സ്പെയർ ഓഫ് ദ തേർഡ് ലെയർ ആർ പ്ലേസ്ഡ് അബവ് ദ ഒക്ടാഹെഡ്രൽ വോയിഡ്സ് ഓഫ് ദ സെക്കൻഡ് ലെയർ. സെക്കൻഡ് ലെയർ വെക്കുമ്പോൾ, അതായത് ഈ ലെയർ ബി എന്ന് പറഞ്ഞ ലെയർ വെക്കുമ്പോൾ 2 വോയിഡ്, 2 സ്പേസ്, 2 കുഴികൾ എന്ന് വേണമെങ്കിൽ പറയാം ഉണ്ടാവും. അതിനകത്ത് ടെട്രാഹെഡ്രലിനെ കവർ ചെയ്യുമ്പോൾ ഉണ്ടാവും നമ്മൾ നേരത്തെ കണ്ടു. ഒക്ടാഹെഡ്രൽ വോയിഡ്സിനെ കവർ ചെയ്ത് നമ്മൾ സി എന്ന് പറയുന്ന 3ാമത്തെ ലെയർ വെച്ചു. അത് ഈ സെയിം ലെയർ തന്നെയാണ് വെക്കുന്നത്, പക്ഷെ കവർ ചെയ്ത് വെക്കുന്നുള്ളൂ. അപ്പോൾ ഈ സിയും ബിയും എയും വേറെ വേറെ സ്ഥലത്ത് കിടക്കണം. കണ്ടോ? അവർ തമ്മിൽ ഒരാളും ഒരേപോലെ വരുന്നില്ല. എന്നാൽ 4ാമത്തെ ലെയർ, ഫോർത്ത് ലെയർ നമ്മൾ വെക്കുമ്പോൾ ദാറ്റ് ഈസ് എക്സാക്ട്ലി ഈക്വൽ ടു ഫസ്റ്റ് ലെയർ. അപ്പോൾ നമുക്ക് എങ്ങനെ പറയാം ഈ അറേഞ്ച്മെന്റ്? എ ബി വേറെയാണ്, സി വേറെയാണ്, വീണ്ടും എ ബി സി എ. കണ്ടോ? ദിസ് ഈസ് നോൺ ആസ് ക്യൂബിക്. ഓക്കെ, സോ ഇൻ ദിസ് അറേഞ്ച്മെന്റ് ദ തേർഡ് ലെയർ ഈസ് ഡിഫറെന്റ് ഫ്രം ദ ഫസ്റ്റ് ഓർ ദ സെക്കൻഡ് ലെയർ. തേർഡ് ലെയർ സെക്കൻഡ് ലെയർ ഫസ്റ്റ് ലെയറിനേക്കാൾ ഡിഫറെന്റ് ആണ്. ബട്ട് ദ സ്പേസ് ഓഫ് ദ ഫോർത്ത് ലെയർ ആർ വെർട്ടിക്കലി എബവ് ദോസ് ഓഫ് ദ ഫസ്റ്റ് ലെയർ. ഫോർത്ത് ലെയർ ഫസ്റ്റ് ലെയറിന്റെ നേരെ എബവ് ആണ്. ദാറ്റ് ഈസ് ദ ഫസ്റ്റ് ലെയർ ആൻഡ് ദ ഫോർത്ത് ലെയർ ആർ ഐഡന്റിക്കൽ. ഓക്കെ, if we call the first layer as A, first layer ne nammal A ennu vilikkum, and the second layer as B, and third layer as C, then the fourth layer will be A, and the fifth layer will be again B. So the arrangement is ABC, ABC. This type of close packing is called cubic close packing, CCP, or face centered cubic packing in 3 dimensions, FCC, CCP or FCC. Clear? This type of arrangement is found in metals like copper and silver, etc. Coordination number. In closed packed arrangement, the number of nearest neighbors with which a given sphere is in contact is called the coordination number of that sphere. നമ്മൾ നേരത്തെ പഠിച്ചതാണ് കോർഡിനേഷൻ നമ്പർ 4ഉം 6ഉം നമ്മൾ കണ്ടതാണ് അല്ലേ? അതിന് ചുറ്റും എത്ര പേരുണ്ടെന്നുള്ളത് അത് 2 ഡയമെൻഷനിലാണ്. In both HCP, hexagonal close packing and cubic close packing, each sphere in contact with 12 adjacent sphere. നമ്മൾ 3 ഡയമെൻഷനിൽ വരുമ്പോൾ ഓരോ സ്പിയറും ഈ HCPയിലും CCPയിലും തൊട്ടടുത്തുള്ള 12 പേരുമായിട്ട് കോണ്ടാക്റ്റിലാണ്. Thus the coordination number in both HCP and CCP is 12. Okay? Thank you. Please visit next part.